So, dear students, welcome to SS Physics classes. So, we move on to the second year topics today with a very important electrostatics. Plus 2 ടോപ്പിക്സുകളിൽ വളരെ ബ്രെയിൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള വൺ ഓഫ് ദ ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ചാർജസ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഇൻ ടോട്ടൽ ആയിട്ട് 93 ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഒരുമിച്ച് ചോദിച്ചിട്ടുള്ളത്. പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഫീൽഡ് ചാർജസിലെന്നും പൊട്ടൻഷ്യലിലെന്നും ഒക്കെ ചോദ്യങ്ങൾ വരിക. 93 ക്വസ്റ്റ്യൻസ്. അപ്പൊ തന്നെ അവിടെ ഒരു ആവറേജ് ഉണ്ട്. 3 ക്വസ്റ്റ്യനിലധികം ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. റഫ്ലി സ്പീക്കിംഗ് നോക്കി, കഴിഞ്ഞ 2020 ഫേസ് 2-ല് 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മുടെ 2021 നീറ്റ് എൻട്രൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നമുക്ക് നടത്തുവാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മിനിമം 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടിൽ കപ്പാസിറ്റൻസ് വരെ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററിന്റെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ ഇന്നത്തെ SS ഫിസിക്സ് ക്ലാസിന്റെ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും. സോ ആദ്യം നമുക്ക് ചാർജസും കൂളം ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ചാർജസിന്റെ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ മറക്കണ്ട. ദാറ്റ് ഈസ് ഒരു ചാർജിൽ ഏറ്റവും മിനിമം ആയിട്ട് കാണുന്നത് ഇലക്ട്രിക് ചാർജ് ആണെന്നുള്ള കോൺസെപ്റ്റ്. അവിടെയുള്ള നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ എത്ര എന്നുള്ളത്, ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ദാറ്റ് ബേസിക് ചാർജ് മറന്നു പോകണ്ട. എങ്ങനെയാണ് മറ്റൊരു ബോഡിയെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ 3 പ്രോസസ്സിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. ദ ഫ്രിക്ഷണൽ പ്രോസസ്, ത്രൂ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. അതിൽ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലെ ദാറ്റ് ഇൻഡക്ഷൻ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ സെൻസ്, കീപ് ഇൻ മൈൻഡ്, നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു പാരന്റിന് ലോസ് ഇല്ലാതെ എത്ര നമ്പർ ഓഫ് ചാർജസ് വേണമെങ്കിലും നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡക്ഷൻ പ്രോസസ്സ് മനസ്സിൽ ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ എപ്പോഴും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് -q × 1 - 1/k ആയിരിക്കും. ഈ ഒരു റഫ് ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ Q എന്ന് പറയുന്നത് പാരന്റിന്റെ ചാർജാണ്. K എന്ന് പറയുന്നത് നമ്മുടെ ആ മെറ്റീരിയൽ ഇരിക്കുന്ന മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ആ മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളൊരു കണ്ടക്ടർ എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് എടുക്കുന്നതെങ്കിൽ K എന്ന് പറയുന്നത് ഓർമ്മയിരിക്കുക, ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് മൈനസ് പൊളാരിറ്റി ഉള്ള പക്ഷെ പാരന്റിന്റെ അതേ ചാർജ് ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ എമംഗ് ദ 3 electrification processes, the very important one is induction, can induce a charge on many bodies without losing its own charges. So that is very important one. പക്ഷെ കണ്ടക്ഷൻ പ്രോസസ് ആകുമ്പോൾ സെയിം പൊളാരിറ്റി ആണ് കൊടുക്കുന്നത്. ബട്ട് കീപ് ഇൻ ടച്ച്. ഫ്രിക്ഷൻ, ജസ്റ്റ് റബ്ബിംഗ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് ചാർജസ് തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ആസ്പെക്ട് വരുമ്പോൾ അത് നെഗറ്റീവ് ഫോഴ്സും, ഐ മീൻ അട്രാക്റ്റീവ് ഫോഴ്സും ആകും, റിപ്പൾസീവ് ഫോഴ്സും ആകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചാർജസ് എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഓർക്കുക, ഈ കൂളം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് അല്ല. അത് മീഡിയം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. That is very important one. So that is Q1 Q2 division by R². മനസ്സിൽ ഓർക്കുക, അതൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എയറിൽ കിട്ടിയ ഫോഴ്സ് ഡിവിഷൻ ബൈ അത് നമ്മുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും തമ്മിൽ ഡിവൈഡഡ് ആകുന്നു എന്നുള്ള ആസ്പെക്ട് മറന്നു പോകരുത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോ R0 എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിൽ എയറിൽ ഇരിക്കുകയും R എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള
this separation K എന്നുള്ള ഡൈഇലക്ട്രിക് മീഡിയത്തിലാവുകയും ചെയ്താൽ in order to get the same force അവ തമ്മിലുള്ള സെപ്പറേഷനെ പറ്റി വ്യക്തതയോടെ ഓർമ്മയിരിക്കണേ that R0 division by K, that is a very important ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷന്റെ ആപ്ലിക്കേഷൻ ആണ്. വളരെ വ്യക്തതയോടെ നമ്മുടെ ഇലക്ട്രിക്കൽ ഫോഴ്സിന്റെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മറ്റു പല ചാർജസിന്റെ പ്രസൻസ് വരുമ്പോൾ how we can find the effective force on one due to others. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് the effective value എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിന്റെ വെക്ടർ സം ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ അവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് അതൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. സി here the four charges are there. I am giving the equal concepts now. What is the effect on fourth charge due to others? അപ്പൊ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിന്റെ എഫക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 1 ഉറപ്പായിട്ടും ഒരേ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇവനെ റിപ്പൽ ചെയ്യുമെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 1. ദ സിമിലർ വേ 3 നമുക്ക് കണ്ടുപിടിക്കാം. സോ ദ ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 3. ഇനി ഒരാളുടെ കോൺട്രിബ്യൂഷൻ കൂടെ. ബിഫോർ ദാറ്റ് നോക്കിയേ, ഇത് രണ്ടും തമ്മിലുള്ള റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ആക്ടിങ്. യെസ്, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അതിന് നമുക്ക് ദ ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 1 3 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഒരാളുടെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2. അപ്പൊ തമ്മിലുള്ള സെപ്പറേഷൻ ഒരു വ്യത്യാസം ഉണ്ടെന്നറിയാം. ഡയഗണൽ ആണ് വരിക. സോ അതും നമുക്കറിയാം റിപ്പൾസീവ് കോൺസെപ്റ്റ് ആണ്. അതും ആക്ട് ചെയ്യുന്നത് ദാറ്റ് അലോങ് ദ സെയിം വേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടിന്റെ റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ആരെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും? ദ ഫോഴ്സ് ഓൺ 4 ഡ്യൂ ടു 2. ഇത് രണ്ടും കൂടെ ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്ക് വെക്ടർ കൺസെപ്റ്റ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. സോ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ കേസിലുള്ള 1-2 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിരിക്കണം. വളരെ പ്രാധാന്യമുള്ള കേസാണ്. വി ആർ വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കം ഓൺ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. നിങ്ങളുടെ ആൻസേഴ്സ് വെയിറ്റ് ചെയ്യാണ്. പ്ലീസ് ചാറ്റ് വിത്ത് മീ. So dear students, ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. The first question: when air is replaced by a dielectric medium of a force constant K, the maximum force of attraction between the two charges separated by a distance. Come on. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് എയറുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുമ്പോൾ നമുക്കറിയാം that force is become 1/4πε0 that Q1 Q2 division by R square. നമ്മളതൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വ്യത്യാസം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എയറിന്റെ പെർമിറ്റിവിറ്റിക്ക് പകരമായിട്ട് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആയിട്ട് മാറുകയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. Sometimes dielectric constant K എന്ന് നമ്മൾ വിളിക്കും. That is nothing but the ratio of epsilon division by epsilon 0. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എപ്സിലോണിന് പകരമായിട്ട് epsilon 0 epsilon r എന്നോ epsilon 0 k ആയിട്ടോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മീഡിയത്തിലെ വാല്യൂ എന്ന് പറയുന്നത് 1/4π epsilon 0 k into Q1 Q2 division by R square. But we know the concept like this one. ഇതെന്ന് പറയുന്നത് exactly we know it is the air value, that division by K, that is very important. അപ്പോൾ 1/K ആയിട്ട് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. So decreases by a factor of K times, and hence we can take the answer as is equal to what? Exactly our first choice. നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും yes
first option as the answer. It's a good concept. So we can move with the second question. A good question. നല്ല ബ്രെയിൻഡ് ആയിട്ടുള്ള ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിന്തിച്ച ആൻസറിലേക്ക് വന്നോളൂ. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 point charges A and B having charges plus Q and minus Q are placed at a certain distance apart and the force between them is F. So we can say that force F is nothing but equal to K into their respective Q into minus Q into minus Q, that division by the separation square. നമുക്ക് അതിനെ D ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So minus K Q square division by D square. എന്നിട്ട് പറയുകയാണ് if 25%, അപ്പൊ നമുക്ക് പറയാം that Q by 4 of charge A, so Q by 4 is transferred to capital B, the force between the charges bigger. അപ്പൊ ഇവിടുന്ന് അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ആകുന്നത് Q minus Q by 4 മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എയുടെ ചാർജ് എത്രയായിട്ട് മാറിക്കഴിഞ്ഞു? 0.75 വാല്യൂ ഓഫ് Q. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓർക്കുക, ആ മൈനസ് Q by 4 ആർക്ക് ആഡ് ചെയ്യുകയാണ്? നമ്മുടെ ക്യൂവിനോടൊപ്പം ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുന്ന് എയിൽ നിന്ന് എടുത്ത ചാർജിനെ കൊണ്ട് ബിയിലേക്ക് കൊടുത്തു. അപ്പൊ അവിടെ എത്രയായിട്ട് മാറി നോക്കി? ഇറ്റ് ബിക്കംസ് മൈനസ് 3/4 Q ആയി മാറി. അപ്പൊ അങ്ങനെ തന്നെ ആണെങ്കിൽ അവിടത്തെ ഫോഴ്സ് എന്തായിട്ട് മാറും? അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും എഴുതാം. ദാറ്റ് ഈസ് K into the charge on here, it is 3/4 Q. The charge on B is minus 3/4 Q. That division by the same separation square, that is equal to, നമുക്ക് മൈനസ് കോമൺ ആയിട്ട് നിൽക്കട്ടെ. യെസ്, K എടുക്കാം. അപ്പൊ അവിടെ ഈ 3/4 നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ അത് 9/16 ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. സോ K into Q square division by D square. But we know the concept as minus K into Q square division by D square is labeled as what? It is already we noted as F. So we can write as 9/16 times of F. So that is the concept there. That means we get the answer as the second option as the choice. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, ചാർജസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം കൂടെ, നിങ്ങളുടെ എപ്പോഴും ഇതേപോലെ ആവറേജ് കോൺസെപ്റ്റ് തന്നെ എടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 സോളിഡ് സ്പിയേഴ്സ് ആണ് വിത്ത് ഡിഫറെന്റ് റേഡിയസ് ആണ്. അവ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ഒരു കോപ്പർ വയർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? എപ്പോഴും ഓർക്കുക, ചാർജ് ഫ്ലോ എന്ന് പറയുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ചാർജ് ഫ്ലോ നിൽക്കുന്ന സമയം എപ്പോഴാണ്? അത് കീപ് ഇൻ മൈൻഡ്, അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈക്വൽ ആകുന്ന സമയത്ത്. അപ്പൊ സോളിഡ് ആയിട്ടുള്ള സ്പിയേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് മനസ്സിൽ ഓർക്കണം, പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് K into Q by R ആയിട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം എന്ന് പറഞ്ഞാൽ Q1/R1 ഷുഡ് ഈക്വൽ ടു Q2/R2 എന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, മറന്നുപോകരുത്. സോ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ആ ഒരു ബ്രെയിൻ ആസ്പെക്ട്സ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. എ ചാർജ് Q is placed at the center of the line joining two charges capital Q. The system of the 3 charges will be in equilibrium if Q is equal to, അപ്പൊ നമ്മുടെ ആദ്യം നമുക്ക് come on everybody, come on, try to solve it. ഇവിടെ a charge is placed at the center, so Q charge is placed here. 2 equal charges ആണ് രണ്ട് എൻഡിലായിട്ടുമുള്ളത്. So that is one. And the system is said to be in equilibrium. I am treating this as 1, 2, 3 charges. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ, ഇനി ഇവരുടെ മിഡിൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം.
ഇതെന്ന് പറയുന്നത് എക്സ് സെപ്പറേഷൻ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. യെസ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 1നെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. അപ്പം 1നെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കീപ് ഇൻ മൈൻഡ് the force on 1 due to the second charge, the force on 1 due to 2 plus the force on 1 due to 3, that is the force on 1 due to 3, it must be equal to 0. ഇതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? the force on 1 due to 2 നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. 1ഉം 2 അല്ലെ, 1ന്റെ ചാർജ് നമുക്കറിയാം ക്യാപിറ്റൽ ക്യൂ ആണ്, രണ്ടാമത്തത് സ്മോൾ ക്യൂ ആണ്, സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്, പ്ലസ് വാട്ട് അബൌട്ട് 1 and 3? ഇപ്പൊ 1 and 3 എടുക്കുമ്പോൾ അവയുടെ സെപ്പറേഷനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു രീതി ഉണ്ടായിരിക്കണം. സോ ക്യാപിറ്റൽ ക്യൂസ് വീണ്ടും ക്യാപിറ്റൽ ക്യൂ, ദ ഡിവിഷൻ ബൈ the separation as 2x square, that should be equal to 0. That is very important. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഒരു ടേമിനെ കൊണ്ടുപോകണം. സോ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു, there comes a negative sign, that is very important one, by 2x square, it becomes 4x square. സോ നമുക്ക് സെയിം ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്തേക്കാം. സോ അവിടെ സ്മോൾ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഡിവിഷൻ ബൈ യെസ് 4 ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. വളരെ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ആൻസറിലേക്ക് വരുമ്പോൾ അതിന്റെ സൈനിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം സിയും ബിയും ഒരേ ചോയ്സ് ആണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ദ ഫോഴ്സ് ഓൺ 1 എടുക്കാൻ പറഞ്ഞത്. മിഡിൽ ബേസ് ചെയ്തെടുത്താൽ നമുക്ക് ആ ആൻസറിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ റീസൺ വൈ. സോ കൃത്യതയോടെ ഓർക്കുക, ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തെ ബേസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ 1 ഓഫ് ദ എൻഡിലെ ചാർജിനെ ബേസ് ചെയ്തിട്ട് ടോട്ടൽ ഫോഴ്സ് 0 ആക്കാൻ നമ്മൾ തീരുമാനിച്ചു. The force on 1 becomes 0 due to 2 and 3, and this is the strategy, and you get the answer as exactly yes, the second option as the answer. Everybody, a good question special for you from 2013. Very important question. So we can move with the field electric dipole. Before coming to the questions, നിങ്ങൾക്ക് വളരെ ഗുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഏതൊരു കണ്ടക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും കീപ് ഇൻ മൈൻഡ് the electric lines will leave or enter into it always perpendicular. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സ്പെറിക്കൽ കോൺസെപ്റ്റ് എടുത്താല് എപ്പോഴും ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എൻട്രി എന്ന് പറയുന്നത് നോർമൽ ടു ഇറ്റ് ആയിരിക്കണം, എലോങ് ദ റേഡിയസ് ആയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കണം, ഒരു 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 റെക്ടാങ്കുലർ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ അവിടത്തേക്ക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. യൂണിഫോം ഫീൽഡിന്റെ കൺസ്ട്രക്ഷൻ അത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കപ്പാസിറ്ററിന്റെ ആക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ 2 പാരലൽ പ്ലേറ്റുകൾ, അവയ്ക്ക് പ്ലസ് സിഗ്മയും മൈനസ് സിഗ്മയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കേസ് ഉണ്ടെങ്കിൽ ഓർമ്മയിരിക്കട്ടെ, അത് കൺസ്ട്രക്ഷൻ ഓഫ് യൂണിഫോം ഫീൽഡ് ആണ്. എന്ന് പറയുമ്പോൾ അവന്റെ റെപ്രസെന്റേഷൻ മനസ്സിൽ ഓർക്കണം. പാരലൽ ആയിട്ടുള്ള ഈക്യു ഡിസ്റ്റന്റ് ആയിട്ടുള്ള വരകളാണ് നമ്മൾ യൂണിഫോം ഫീൽഡിന് കൊടുക്കുക. അപ്പൊ ആ ഈ യൂണിഫോം ഫീൽഡിന്റെ വാല്യൂ നിങ്ങൾ മറന്നു പോകരുത്. സിഗ്മ ബൈ എപ്സിലോൺ 0. സോ ദാറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് യൂണിഫോം ഫീൽഡ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ, ഈ ഈക്യു ഡിസ്റ്റൻസ് ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനുകളുടെ സ്പേസിംഗ് വ്യത്യാസപ്പെടുമ്പോൾ
ഡയറക്ഷൻ വ്യത്യാസപ്പെടുമ്പോൾ അത് നോൺ യൂണിഫോമായി മാറുന്നു എന്നുള്ള കാര്യം. നോൺ യൂണിഫോം ഫീൽഡ് എന്നുള്ള ഒരു ആസ്പെക്ട്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് ഇതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷൻസുകൾ നമ്മൾ മാർക്ക് ചെയ്താൽ അവിടെയുള്ള ഡെൻസിറ്റി ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയി മാറുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതലാണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട കേസസ് ആണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? അവിടെ നമുക്കറിയാം ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ്, they are separated by a vector distance. അവിടെ വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു ടേമാണ് നമുക്കറിയാം, the dipole moment. One of the charges into that vector distance, but the direction from minus charge to plus charge always. വളരെ പ്രധാനപ്പെട്ട 3 റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിലൊന്ന്, what is the electric field at any axial point? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം അതിന്റെ ഇക്വിറ്റോറിയൽ പോയിന്റ്, ഈ ഇക്വിറ്റോറിയൽ, ആ 2 റിലേഷൻസും പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കാം. ഈ ആക്സിയൽ ഒന്ന് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്ത് ആ പവറുകളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്ത്, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ കീപ് ഇൻ മൈൻഡ്, ഈ ആക്സിയൽ എന്ന് പറയുമ്പോൾ that 1/4πε0, if that point is at r separation from the center of the dipole, we can say that 2pr division by that r square minus l square the whole square. That is a very important relation. And keep in mind that the axial value got the same direction as that of the dipole moment. അവർ തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇക്വിറ്റോറിയൽ പോയിന്റിന്റെ വാല്യൂ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോൾ മൊമെന്റുമായിട്ട് എടുക്കുമ്പോൾ 180 ഡിഗ്രിയിലാണ് സംഭവിക്കുക. ആ വാല്യൂ എന്ന് പറയുന്നത് മറന്നു പോകരുതേ, that 1/4πε0 into that p division by r square plus l square the whole raised to 3/2. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പക്ഷേ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരുന്നാൽ പല പ്രോബ്ലംസും ഈസിയോടെ, ഒരു ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ അവയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് വെരി മച്ച് ലെസ് കമ്പയർഡ് ടു r ആയിട്ട് എടുക്കുകയാണെങ്കിൽ, കീപ് ഇൻ മൈൻഡ്, ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് അറ്റ് r സെപ്പറേഷൻ വിത്ത് തീറ്റ ആംഗിൾ ഓഫ് ഓറിയന്റേഷൻ ആണെങ്കിൽ, ആ ഷോർട്ട് ഡൈപോളിന്റെ കേസിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. That 1/4πε0 into that p division by r cube into root of 1 plus 3 cos square theta. അവിടെ നിങ്ങൾക്ക് ഈസിയോടെ ആക്സിയൽ ലൈൻ ആണ് കേസ് എങ്കിൽ തീറ്റ 0 ആയി മാറുമ്പോൾ അത് 2p division by r cube ആയി മാറും. ഇക്വിറ്റോറിയൽ പോയിന്റ് വരുമ്പോൾ തീറ്റ 90 ആകുമ്പോൾ p division by r cube ആയിട്ട് മാറും. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണേ. ഒരു സാധാരണ രൂപത്തിൽ ഒരു ചാർജിന്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ 1/4πε0 q/r² വരുമ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി r³ ആണ്. പവർ വ്യത്യാസപ്പെടുന്ന കാര്യം മറക്കരുത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡൈപോളിന്റെ ബിഹേവിയർ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. കീപ് ഇൻ മൈൻഡ്, ഒരു യൂണിഫോം ഫീൽഡ് ആണ് നമ്മുടെ കോൺസെപ്റ്റ് എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്നത് ടോർക്ക് മാത്രമേ ഉള്ളൂ, റൊട്ടേറ്ററി എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ലീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പകരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ, അതൊരു നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ബിഹേവിയർ? ഒരു ഡൈപോളിന്റെ മനസ്സിൽ ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്, അവിടെ ടോർക്കും അതോടൊപ്പം ഫോഴ്സും നോൺ 0 ആയിരിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഡൈപോളിന്റെ ബിഹേവിയറിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തത്, ഡൈപോൾ മൊമെന്റും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ തീറ്റ ആംഗിൾ ഓഫ് ഓറിയന്റേഷൻ ആണെങ്കിൽ അതിൽ അഫക്റ്റഡ് ആകുന്ന ടോർക്കിന്റെ റിലേഷൻ in vector form p cross e. It is very important. That is p e sin theta. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ്.
theta got the maximum, അല്ലെങ്കിൽ ടോർക്ക് മാക്സിമം കിട്ടുന്നത് 90 ഡിഗ്രി ആണെന്ന് മറന്നു പോകരുത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, keep in mind, what is the work done to tilt from an angle theta 1 to theta 2? theta 1 ൽ നിന്ന് theta 2 ലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ നമ്മൾ ടിൽറ്റ് ചെയ്താൽ how much work have it done? So that is very important one. So work is nothing but equal to PE into cos theta 1 minus cos theta 2. And the fourth very important one, keep in mind, the potential energy stored in it, that is minus P dot E, or we can say that is equal to minus PE cos theta. അത് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ഓർക്കണേ. എന്ന് പറഞ്ഞാൽ keep in mind, ഇനിഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് 0-ൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് ടിൽറ്റ് ചെയ്യാൻ എന്തുമാത്രം വർക്ക് we have to done in the field. That work is stored as the potential energy when it tilts from theta 1 equal to 0 degree to theta 2 equal to 90 degree. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നോക്കി, 2020 ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങളെ. നോക്കി, a spherical conductor of radius 10 cm has a charge 3.2 into 10 to the power of minus 7 C distributed uniformly. ഒരു സ്പെറിക്കൽ കണ്ടക്ടർ വരുമ്പോൾ ആക്ച്വലി യൂണിഫോമിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല എന്നുള്ള ഒരു തത്വമാണ്. കാരണം ഒരു കണ്ടക്ടർ ആകുമ്പോൾ എപ്പോഴും ചാർജസ് അതിന്റെ സർഫസിൽ മാത്രമായിട്ടായിരിക്കും റിസൈഡ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം, അതിനെ സർഫസിൽ മാത്രമായിട്ട് ഇത്ര ചാർജ് യൂണിഫോമിലി ആയിട്ട് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് what is the magnitude of electric field at a point 15 centimeter from the center of the sphere? റേഡിയസ് 10 ആണ്. അപ്പൊ ഇതാണ് റേഡിയസ് എങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 15 സെന്റിമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ്. അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. ഈ സ്പെറിക്കൽ കണ്ടക്ടറെ നമുക്ക് ഒന്ന് ഒരുമിപ്പിച്ചെടുത്താൽ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് അങ്ങ് നമുക്ക് കൺസിഡർ ചെയ്യാം. വിത്ത് എ വാല്യൂ ഓഫ് 3.2 into 10 to the power of minus 7 എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. It is K into the charge parent charge value division by that separation square, and that is the answer. So what is the answer? Come on, quick, everybody. Come on, try to do it. I'm waiting for your answer. Please do it. So it is given that K is simply, as 9 into 10 to the power of 9 into, what is the charge here? The distribution, the total value is 3.2 into 10 to the power of minus 7, the division by the separation square. What is the value here? It is 15 centimeter. So 15 centimeter എന്ന് പറയുമ്പോൾ അതിനെ മീറ്റർ ആക്കി മാറ്റുന്ന കാര്യം മറക്കരുത്. So 0.15 meter, that much square. So on solving, come on, what is the answer here? Exactly 1.28 into, yes, 10 to the power of 5, that much Newton per coulomb. Good, very good, very good. So വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പക്ഷെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൃത്യതയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ 2018 ചോദിച്ച ഒരു മനോഹരമായ ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മുടെ കൈനമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി യു ആർ റൈറ്റ്. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 5. 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ നമ്മൾ എല്ലാ പോയിന്റുകളും കൃത്യതയോടെ നിങ്ങൾക്ക് നോക്കാനുള്ള അവസരം 2 ചാപ്റ്റേഴ്സ് within 1.5 hours നമുക്ക് കിട്ടും. നോക്കൂ ക്വസ്റ്റ്യൻ നമ്പർ 5. An electron falls from rest through a vertical distance h in a uniform and vertically upward directed electric field. ഇതാണ് ഫസ്റ്റ് കേസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടത്തെ താരം.
അത് എച്ച് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നമുക്ക് എച്ച് ആയിട്ട് എടുക്കാം. അത് ഫ്രീലി ഫോളിങ് നടത്തുകയാണ്. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അടുത്ത് പറയാണ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നൗ റിവേഴ്സ്ഡ്. ഓക്കെ, ഫൈൻ. Keeping its magnitude same, a proton is allowed to fall from rest. എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലസ് ഇ ചാർജ് ആണ് അല്ലേ? യെസ്. അപ്പോൾ അവന് മാസ് ഓഫ് എം ബി മാസ് ഉണ്ടെന്നിരിക്കട്ടെ, ഇവന് മാസ് ഓഫ് ഇ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. A proton is allowed to fall from rest in it through the same vertical distance h. The time of fall of the electron in comparison to the time of fall of the proton is, that is very important. ടൈമിനുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യത്തെ കേസുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി അതിന്റെ റിലേഷനിലേക്ക് വരാൻ നമുക്ക് ശ്രമിക്കാം. ഫ്രീലി ഫോളിംഗ് എന്നല്ലേ നമ്മളോട് പറയുന്നത്. അപ്പൊ ഫ്രീലി ഫോളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി അവിടെ ചെയ്യുക. We have to relate between the displacement and the time. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. S is equal to ut plus half into at square. Initial velocity is 0, 0, 0, 0. That is equal to, so S is equal to h is equal to half into what is the acceleration here? ഇവിടെ കണ്ടുപിടിക്കാം. നമ്മുടെ ന്യൂട്ടന്റെ നിയമം ഒന്ന് ഓർമ്മ ഇരിക്കട്ടെ. ദ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ഇൻടു ആക്സിലറേഷൻ ആണ് അല്ലെ? അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി Q ഇൻടു E അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാം QE ഡിവിഷൻ ബൈ M ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നോക്കി QE by M into T square. Our aim is to form the relation for time. So T square is equal to 2mh by QE. That is very important. So the time taken the value as a root 2mh division by QE. അപ്പോഴേ ഇവിടെ നോക്കി, ഇവിടെ എന്താ സിറ്റുവേഷൻ പറയുന്നത്? ഇവിടെയും അതേപോലെ തന്നെയാണ്. എങ്ങനെ സംഭവിക്കും മക്കളെ? നോക്കി, ഇവിടെ ഒരു മൈനസ് ചാർജ് ആണ് വെക്കുക. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? അവൻ അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഈ പോസിറ്റീവിലേക്ക് അവൻ ആക്സിലറേറ്റഡ് ആയിട്ട് മാറും അല്ലേ? ആ മോഷൻ തന്നെ അല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്? നോക്കി, ഇവിടെ പ്രോട്ടോൺ അല്ലേ? ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ടു മൈനസ് ആണ്. അപ്പൊ മൈനസ് റീജിയനിലേക്ക് ആയിരിക്കും നമ്മുടെ പ്രോട്ടോൺ അട്രാക്റ്റഡ് ആകുക അല്ലെ? അപ്പൊ അവന്റെ മൂവ്മെന്റ് ഇങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഒരു ഫ്രീലി ഫോളിങ് ഒരേ കേസസ് ആണ്. പക്ഷെ ഇവിടെ എന്തിനാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ രണ്ടിന്റെയും? ഗുഡ്. ഇനി ചാർജിന്റെ വാല്യൂ, ഇലക്ട്രോണും പ്രോട്ടോണും ഒരേ വാല്യൂ അല്ലയോ? എച്ച് രണ്ടിലും സെയിം ആയിട്ടല്ലേ ഇവിടെ എടുത്തിരിക്കുക? അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് മാസ് ഓഫ് ദം അല്ലേ? അപ്പോൾ ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് കമ്പയർഡ് ടു പ്രോട്ടോൺ. അപ്പോ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് you know the value as 9.11 into 10 to the power of minus 31 kilogram അല്ലേ? അത് മാസ് ഓഫ് പ്രോട്ടോൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we know as 1.67 into 10 to the power of minus 27 kilogram. So the mass of electron is less compared to the mass of proton, and hence the time of journey of electron is smaller compared to that for the proton, and exactly you got the answer as A. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൈനമാറ്റിക്സിലെ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു. അത് നമ്മൾ രണ്ടുപേരെയും കമ്പയർ ചെയ്തപ്പോൾ മാസിന് മാത്രമായിട്ടാണ് ഡിപ്പെൻഡൻസ് വരുന്നത്. യെസ്, ലിമിറ്റഡ് സമയം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ അവസാനവട്ട പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ കിടക്കുകയാണ്. അവസാനത്തെ 15 ദിവസത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാണ്. വളരെ കോൺഫിഡന്റോടെ അപ്രോച്ച് ചെയ്യേണ്ട സമയമാണ്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സമയം പോകേണ്ടത് നിങ്ങളിലുള്ള സ്ട്രെങ്തൻ ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്കാകണം. പുതിയ കോൺസെപ്റ്റ്സുകൾ പഠിക്കുവാനുള്ള സമയം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്കി മാറ്റുക. പക്ഷേ അതിനെ തള്ളിക്കളയണമെന്നുള്ളതല്ല. ഏറ്റവും നല്ല റാങ്കിലേക്ക്, ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തപ്പെടുവാനുള്ള സാവകാശം കിട്ടുന്നത് എപ്പോഴും ആ ഒരു ആർജവം കാണിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്. അപ്പോൾ നിർബന്ധപൂർവം നിങ്ങളുടെ സ്ട്രെങ്തനെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്.
ഉള്ള സമയം 15 ടൈംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം മാനസിക സമ്മർദ്ദം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയിക്കോളൂ. അതിൽ ബയോളജിക്കും കെമിസ്ട്രിക്കും ഒക്കെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുത്തോളൂ. എന്ന് വിചാരിച്ച് ഫിസിക്സ് ഒഴിവാക്കണമെന്നുള്ള കൺസെപ്റ്റ് അല്ല. റാങ്ക് തീരുമാനം ഇപ്പോഴും ഫിസിക്സ് സബ്ജക്ട് തന്നെയായിരിക്കും. മനോഹരമായിട്ട് ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നാളെ കറണ്ട് ഇലക്ട്രിസിറ്റി, മക്കളെ വെയിറ്റ് ചെയ്യാം. മിനിമം 5 to 6 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ക്ലാസ് മിസ്സാകരുതേ. നിങ്ങൾക്ക് 1-1.5 മണിക്കൂർ കൊണ്ട് മാക്സിമം ടോപ്പിക് റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരം SS ഫിസിക്സ് ക്ലാസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ആബ്സെന്റ് ആകാതെ കൃത്യതയോടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈവ് ക്ലാസ് ആണെങ്കിൽ സമയം കുറവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബട്ട് അതല്ലാതെ പിന്നെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. കാരണം അതിന് ഇരട്ടി സമയം എടുക്കാൻ സാധ്യതയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് കഴിവതും ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ നിർബന്ധപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു സജഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സജഷൻ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ അയക്കേണ്ടത്, ഈ ചാനലിൽ 2017 തുടങ്ങി 18, 19, 20, 21, 20 phase 1, phase 2 ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ്ഡ് ആണ്. അപ്പൊ ഇനി ഇതിന് പുറകെയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട് ലൈവായിട്ട്. അപ്പൊ ഏത് ഇയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഒരു സജഷൻ നിങ്ങൾക്ക് കൃത്യതയോടെ ഇതിന്റെ വീഡിയോയിൽ തന്നെ നിങ്ങളൊന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സജഷൻസ് പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കത് ലൈവായിട്ട് നിങ്ങൾക്ക് ഹോൾ ടോപ്പിക് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. സോ നിങ്ങളുടെ സജഷൻസ് സ്വീകരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കൂ. നമ്പർ 6th one, a good question, 2007. 3 point charges plus q, minus q and plus q are placed at points x0, y0, ya, z0. X is equal to 0, y equal to 0, z is equal to 0. X is equal to a, y equal to 0, z is equal to 0. ഇതിൽ 3 z ആക്സിസ് ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് അതിനെ ഒഴിവാക്കാം. നമുക്ക് XY കൺസെപ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചാർജസിനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 0a. അപ്പൊ ഉറപ്പായിട്ടും യെസ് ഇതായിരിക്കും നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഈ സെപ്പറേഷൻ ആണ് നമുക്ക് a ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഈ ചാർജ് ഇവിടെയാണ് +q. -q എന്ന് പറയുന്നത് 0, 0 ആണ്. അപ്പോൾ ഇത് -q ആണ്, ഇത് +q ആണ്. അടുത്ത ചാർജ് നോക്കിയേ. ഇറ്റ് ഈസ് x is equal to a, y is equal to 0. അപ്പൊ എക്സാക്ട്ലി a എന്നുള്ള സെപ്പറേഷനിൽ ആണ് +q കൊടുത്തിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചാർജ് ഇൻറ്റു ദാറ്റ് ഡൈപോൾ ലെങ്ത് ആയിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുക. എ പ്യുവർ വെക്ടർ ക്വാണ്ടിറ്റി അല്ലെ? അപ്പൊ നിങ്ങൾ ആദ്യം ഒന്ന് അസസ് ചെയ്യുകയെ. എപ്പോഴും നമുക്ക് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ -q എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡബിൾ q ഒക്കെ ആയിരിക്കും, -2q. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടെ ചിന്തിക്കാവും. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ആ സ്ട്രക്ചറിനെ ഈക്വൽ ചാർജസ് ആക്കി മാറ്റുന്ന കാര്യം മറന്നു പോകരുതേ. അപ്പൊ ഇവിടെ നമുക്ക് വളരെ ഈസിയാണ് അല്ലെ? ഈ -qയും +qയും കൊണ്ട് അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും അല്ലെ? അവന്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് എടുക്കാം? ഒരു ചാർജ് ഇൻറ്റു അവയുടെ സെപ്പറേഷൻ ചെയ്യാൻ നമുക്ക് അതിനെ P1 എന്നെടുക്കാം. ഓക്കെ ഫൈൻ. അതേപോലെ ഇവിടെ -qയിൽ നിന്ന് +qയിലേക്ക് ആയിരിക്കും എപ്പോഴും ഡൈപോൾ മൊമെന്റ് വരുന്നത് അല്ലെ? നമുക്ക് അതിനെ P2 എന്നെടുക്കാം. അവിടെയും ചാർജ് q × a ആയിട്ടല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ രണ്ട് ഡൈപോളുകൾ വിത്ത് ആൻ ആംഗിൾ ഓഫ് ഓറിയന്റേഷൻ 90 ഡിഗ്രി എന്നല്ലേ നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Come on everybody. Yes, the diagonal of the completed parallelogram. അപ്പൊ ഉറപ്പായിട്ട് അവ തമ്മിലുള്ള ആംഗിൾ 90 ആണ് അല്ലെ? അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ആസ് √P1² + P2² ആയിട്ട് നമുക്ക് എടുത്തൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ ഓർക്കണം P1 ഉം P2 സെയിം ആണ്. P1 ഉം P2 ഉം
സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം? 2p² ആയി മാറിയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓഫ് p ആയില്ലേ? ഇവിടുത്തെ p എന്ന് പറയുന്നത് ചാർജ് ഇൻടു a ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? യെസ്, എക്സാക്ട്ലി. അപ്പൊ √2qa ആണ്. ഇനി അതിന്റെ ഡയറക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ആ പിക്ചർ കാണുമ്പോൾ തന്നെ ചില ഓപ്ഷൻസ് ഇല്ലാതായി അല്ലെ? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? +x +y അല്ല, കാരണം ഒരു ആംഗിളിലാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു. ആ ആംഗിൾ എങ്ങോട്ടാണ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ട് നമുക്കറിയാം, ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് എ ആണ്, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ബൈസെക്ടറിലൂടെയാണ് അതിന്റെ പോക്ക് അല്ലേ? യെസ്, ദാറ്റ് ഈസ് എക്സാക്ട്ലി. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? നോക്കൂ, √2qa എന്തായാലും qa അല്ലല്ലോ. അപ്പൊ ഉറപ്പിച്ചു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സോ നൗ വി ആർ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 7. അനദർ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കം ഓൺ, ട്രൈ ടു ഡു ഇറ്റ്. യെസ്, പ്ലീസ്. നോക്കൂ, there is an electric field E in x direction. An electric field is there that is acting along the x direction. If the work done on moving a charge of 0.2 coulomb through a distance of 2 meters along a line making an angle 60 degree with x-axis. അപ്പോൾ ഈ x-axis നിന്ന് 60 ഡിഗ്രി ആയിട്ടുള്ള ഒരു ലൈൻ, അപ്പൊ ആ ലൈനിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. അത് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ അവിടത്തേക്ക് ഇവനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് 2 മീറ്റർ. അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിട്ട് നമുക്കറിയാം? F.x എന്ന് നമുക്ക് പറയാം അല്ലെ? സോ ദാറ്റ് വാല്യൂ ഇസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 4 joule. Then what is the value of electric field there? അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മുടെ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു മനോഹരമായ കൺസെപ്റ്റ് വർക്ക് എന്ന് പറയുന്നത്, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് എലോങ് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് എലോങ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ നമുക്ക് കൺസെപ്റ്റ് അറിയാം. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിനെ 2 കമ്പോണന്റുകളാക്കി മാറ്റാം. എലോങ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഒരു കമ്പോണന്റ് കൊടുക്കാം. വാട്ട് ഈസ് ദാറ്റ്? ഇത് ഈ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കോസ് തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? യെസ് മക്കളെ, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ട ഒരു കാര്യമാണ് ഫോഴ്സ് അവിടെ എന്താ? എപ്പോഴും ഓർക്കണം, Q ഇൻറ്റു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെ? അപ്പൊ ഇവിടത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റയാണ് അല്ലെ? അപ്പൊ അവിടുത്തെ ഫോഴ്സ് എന്തായിട്ട് നമുക്ക് എടുക്കാം? ചാർജ് ഇൻറ്റു ഈ കോസ് തീറ്റ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു QE cos theta into the displacement S. So that is the concept there. That is the needed one. That is a very important one. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പൊ ഇവിടെ ആ തീറ്റ മനോഹരമായിട്ട് എടുത്തില്ലെങ്കിൽ ആൻസർ തെറ്റും. എക്സാക്ട്ലി. അപ്പൊ അവിടെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു വർക്ക് ഡിവിഷൻ ബൈ Q cos theta into the displacement. Work done is given as equal to 4 joule division by that charge there. It is given as 0.2 coulomb into that cos theta, that is equal to 1/2 into that displacement is given as equal to 2. So 2 to cancel. So 2 division by 0.1, you get the answer as 20 Newton per coulomb. So the fourth option as the fourth choice as the answer. Exactly. അപ്പൊ ചില കുട്ടികൾക്കൊരു മിസ്കൺസെപ്റ്റ് വരുന്നത്, നമ്മുടെ ആ കമ്പോണന്റ് എടുക്കാതെ പെട്ടെന്ന് ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ വേറെ ആൻസർ ആയിരിക്കും കിട്ടുക. സോ അത് വെക്ടർ കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. എപ്പോഴും ഒന്നുകിൽ ഫോഴ്സ് ഇൻറ്റു ദ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ആ തരത്തിൽ എടുക്കുമ്പോഴാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുക. So dear one, the day 15, tomorrow morning exactly at 9,
ഓർക്കുക, കഴിഞ്ഞ ക്വസ്റ്റ്യനില് 5+ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി. പ്രോമിസിംഗ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന നമ്മുടെ ഫസ്റ്റ് വോളിയത്തിലെ ഒരു ചാപ്റ്ററാണ്. കൃത്യതയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിയലി ഹെൽപ്ഫുൾ ഫോർ യു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആബ്സെന്റ് ആകരുത്. ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ഒരൊറ്റ പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ, ഗോസസ് തിയറം. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു സർഫസുമായിട്ട് ബന്ധപ്പെട്ട് നോർമൽ ലൈൻസ് ഓഫ് ഫോഴ്സ് കമ്മിങ് ഔട്ട് എന്നുള്ള മീനിങ് ഓർക്കണേ. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് E.A എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് EA കോസ് തീറ്റയാണെന്ന് മറക്കരുത്. അവിടെ തീറ്റയുടെ മീനിങ് ആണ് ഏറ്റവും പ്രാധാന്യമുള്ള കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇതൊരു എപ്പോഴും ഓർമ്മയിൽ നിൽക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് ഇരിക്കട്ടെ, അവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്നുള്ള മീനിങ് എപ്പോഴും ഓർക്കണേ. അവിടുത്തെ ഏരിയ വെക്ടറുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഏരിയ വെക്ടർ എപ്പോഴും ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് തീറ്റ എന്നുള്ള കാര്യം പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു പ്ലെയിനുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ബേസ് ചെയ്തിട്ടാണ്. അത് തെറ്റാണ്, ഓർമ്മയിരിക്കട്ടെ. സോ ദാറ്റ് ഈസ് ദ ഫ്ലക്സ്, ദാറ്റ് ഈസ് E.A. അവിടെ ഗോസസ് തിയറം നമ്മുടെ മനസ്സിലേക്ക് ഓർക്കുക. ഗോസസ് തിയറം വരുമ്പോൾ നമുക്കറിയാം the surface integral of E.ds, it take the value as is equal to Q division by epsilon 0. ആ ഗേഷ്യൻ സർഫസിനകത്തുള്ള എൻക്ലോസ്ഡ് ചാർജ് ആണ് Q. പക്ഷെ പുറത്തുള്ളവന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ അഫക്റ്റഡ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇതൊരു മീഡിയം ഡിപ്പെൻഡബിൾ ടേം ആണ്. മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ അത് എപ്സിലോൺ ആയി മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ആപ്ലിക്കേഷൻസ് മനസ്സിൽ ഓർക്കണേ. ഒന്ന്, ലൈൻ ഓഫ് ചാർജുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അപ്പം ഒരു ലാംഡ ലീനിയർ ഡെൻസിറ്റി ഉള്ള ഒരു വയർ, അതിനൊരു പോസിറ്റീവ് വാല്യൂ ചാർജസ് ആണ് ഉള്ളതെങ്കിൽ ആർ സെപ്പറേഷൻ ഉള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മറക്കരുത്, K×2 ലാംഡ ഡിവിഷൻ ബൈ R. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതോടൊപ്പം ഒരു സാധാരണ രൂപത്തിലെ ഒരു ഷീറ്റ് ഓഫ് ചാർജ് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ അത് ഓർക്കുക. അതൊരു തിൻ ഷീറ്റ് ആണ്, പ്ലസ് സിഗ്മയാണ് ചാർജ് എങ്കിൽ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. പക്ഷെ അതിന് പകരമായിട്ട് അതിനൊരു തിക്ക് ഷീറ്റ് ആയിട്ട് മാറുമ്പോൾ മറക്കരുത്, വാല്യൂ ബിക്കംസ് സിഗ്മ ബൈ എപ്സിലോൺ 0. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും the variation of electric field intensity for a spherical shell or a conductor. That is a very important one. സാധാരണ രൂപത്തിൽ ഓർക്കുക, ഒരു സ്പെറിക്കൽ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ കണ്ടക്ടിങ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്താൽ ചാർജസ് റിസൈഡ്സ് ഓൺ ഇറ്റ്സ് സർഫസ് ഓൺലി. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻസൈഡ് ദ ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഓർക്കുക, ദാറ്റ് ഈസ് ദ കർവ്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതിന് പകരം ഇതൊരു നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആയിട്ട് വരുമ്പോൾ ചാർജസ് എന്ന് പറയുന്നത് ഈക്വലി സെപ്പറേറ്റഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഓർക്കണേ, സെൻട്രൽ 0 ആവുകയും ഓൺ either side it goes on increasing, that electric field is directly proportional to R. ഗ്രാവിറ്റേഷനിൽ പറഞ്ഞ അതേ ഇക്വേഷൻ നൊട്ടേഷൻ മാറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി. വളരെ പ്രധാനപ്പെട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള പോയിന്റുകളാണ്, മറന്നു പോകരുത്. നോക്കൂ, വെരി ഗുഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സമ്മപ്പ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുക. ലിസൺ, വൺ ക്വസ്റ്റ്യൻ ഈസ് ഉറപ്പ് നമുക്ക് ഫ്ലക്സിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കൂ, എ സ്ഫിയർ എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ with charges plus or minus 3 × 10 to the power of -6 coulomb. What is the total flux across the sphere? Come on, pattern. I am waiting your answer. A good question, a good concept, a misleading question.
നിങ്ങൾക്ക് തിയറി എന്തുമാത്രം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. So what is the flux coming from this sphere? And keep in mind, come on, I am waiting your answer, please. Everyone, please try to give the answer. It's your time, your turn. The charge enclosed division by the medium epsilon 0, the permittivity. Then what is the answer for the question? Come on, everybody. Come on, come on. Exactly. Very good, very good. Come on, try to do it. The total charge enclosed is the determining factor here. And here the charge enclosed becomes 0, 0, 0, 0, or minus q plus q. And hence, for this question, the flux becomes 0. It is very important. എപ്പോഴും മനസ്സിലേക്ക് ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, സീറോ ആകാം, നെഗറ്റീവ് ആകാം. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു സോളിഡ് സിലിണ്ടർ വെച്ചാൽ ഈ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഏരിയയും ഇയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അതുകൊണ്ട് അവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്ലസ് വാല്യൂ ആയി. പക്ഷെ ഇവിടത്തെ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് മൈനസ് ആയി മാറും. പക്ഷേ ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയി മാറും. അതുകൊണ്ട് തന്നെ പ്ലസും മൈനസും സീറോയും ഒക്കെ പോസിബിൾ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ. ആൻഡ് എ ഗുഡ് ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ a cube of side A if a point charge Q is at one of its corner? A blind question. അത് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ എടുത്ത് വെച്ചിരിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് വേണ്ട ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ ക്യൂബാണ്, സൈഡ് എ. ഗുഡ്. യെസ്. അപ്പൊ നമ്മുടെ ഇതാ ഈ ഒരു ക്യൂബിനെ മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോർണറിലായിട്ടാണ് നമ്മുടെ. അപ്പൊ നമുക്ക് വേണ്ട ചാർജ് ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. എന്താണ് ഇങ്ങനെ ചെയ്താലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് സിമട്രിക്കൽ ആയിട്ടുള്ള ഗേഷൻ സർഫസ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു സോൾവ് സച്ച് പ്രോബ്ലംസ്. അപ്പൊ ഇവിടെ നമ്മുടെ ചാർജിനെ ഒരു കോർണറിലാണ് വെച്ചിരിക്കുക. അപ്പോ നമ്മുടെ ഒരു ക്യൂബിന്റെ കോർണറിലായിട്ടാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. എങ്ങനെ? അവൻ വെൽ എൻക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ we get the value as q by epsilon 0. അല്ലേ? അപ്പൊ ഒരു ഇതിന്റെ സെൻട്രൽ ആയിരുന്ന ചാർജ് എങ്കിൽ നമ്മൾ പറയും q by epsilon 0. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കോർണറിനെ സെന്റർ ആകുന്ന തരത്തിൽ ഒരു സിമട്രിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കി. അതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ വരുമ്പോ പക്ക സെൻട്രൽ ആയിട്ട് നമ്മുടെ ചാർജ് ഇരിക്കുകയാണ്. ഗുഡ്. ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ വി ക്യാൻ സേ q by epsilon 0. പക്ഷെ ആ സ്ട്രക്ചർ അല്ല. അതിന്റെ എത്രയോ ഒരു അംശമാണ്. അപ്പൊ നമ്മുടെ കൺസേൺഡ് ക്യൂബിന്റെ എത്ര മടങ്ങാണ് ആ സ്ട്രക്ചർ എന്ന് മനസ്സിലേക്ക് എടുത്തത്. ബട്ട് ഇവൻ പക്ക സെന്റർ ആയിരുന്നെങ്കിൽ q by epsilon 0. പക്ഷെ സെന്റർ അല്ല, മൊത്തം സ്ട്രക്ചർ അല്ല നമുക്ക് വേണ്ടത്, അതിന്റെ ഒരു അംശമാണ്. അപ്പൊ ഈ ബിഗർ ആയിട്ടുള്ള ക്യൂബ് എത്ര ഇതേപോലത്തെ ക്യൂബുകൾ ചേർന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? കമാൺ സേ, കമാൺ എവരിബഡി, ട്രൈ ടു ഡു ഇറ്റ്. അപ്പോ ഇതൊന്ന്, 2, അതിന്റെ പുറകിലൊന്ന്, 3, 4, അതേപോലെ മുകളിൽ 4. അപ്പോ എത്ര ക്യൂബ് ഉണ്ട്? 8 ക്യൂബ് ഉണ്ട്. ആ 8 ക്യൂബിൽ ഒന്നല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ
ടോട്ടലായിട്ട് ഇതിലൊന്ന് വരുന്ന ഫ്ലക്സ് അതാണ് അല്ലെ. പക്ഷെ നമുക്ക് വേണ്ടതോ ഫ്രം വൺ ക്യൂബ്, വൺ സ്മോൾ ക്യൂബ് അല്ലെ. അപ്പൊ എത്ര പാർട്ടായിട്ട് നമുക്ക് എടുക്കാം? by 8 epsilon 0. So you get the second option. You really got it. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. ഇത് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സോഡിയം ക്ലോറിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് അതിന്റെ പക്ക സെന്റർ എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ക്യൂബിന്റെ കോർണർ ആയിട്ട് എടുക്കുക. അപ്പൊ ക്യൂബ് ബൈ എപ്സിലോൺ 0. എങ്കിൽ നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത് ആ ടോട്ടൽ ക്യൂബിന്റെ എത്ര പാർട്ടാണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ you get the answer. Exactly, you are right. Very good. Okay, അടുത്തൊരു ബ്രൈറ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. Question number 10. Two parallel infinite line charges. കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് ചാപ്റ്റർ തീരുകയാണ്. അടുത്ത നമ്മൾ പൊട്ടൻഷ്യൽ അതോടൊപ്പം കപ്പാസിറ്റൻസിലേക്ക് കടക്കുകയാണ്. 10 more questions are waiting, but brained questions are waiting. നിങ്ങൾക്ക് പ്രോമിസിംഗ് ആയിട്ട് ആ ചാപ്റ്റർ ഫുൾ ആയിട്ട് തിയറിയും ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്യാനുള്ള അവസരമാണ്. അത് കളയാതെ ശ്രദ്ധിക്കുക. ക്ലാസ് അവസാനിക്കുന്നത് വരെ പ്രസന്റ് ആകാം. നോക്കൂ, ടു പാരലൽ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജസ് വിത്ത് ലീനിയർ ഡെൻസിറ്റി പ്ലസ് ലാംഡ മൈനസ് ലാംഡ ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2r in free space. അപ്പൊ നമ്മുടെ ലൈൻ ചാർജസ് ആണ്. അപ്പോൾ ഒന്നില് പ്ലസ് വാല്യൂസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് പ്ലസ് ലാംഡ എന്ന് പറയുന്നു. ഒരു 2r എന്ന് പറയുന്ന സെപ്പറേഷനിൽ അകലെയായിട്ട് മറ്റൊരു ലൈൻ ഓഫ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. സോ പക്ഷെ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ചാർജസ് ആണ്. സെയിം മാഗ്നിറ്റ്യൂഡ് ലാംഡ തന്നെയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് മിഡ്വേ ബിറ്റ്വീൻ ദ ടു ലൈൻ ചാർജസ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് അവയുടെ പക്ക മിഡിലായിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്. അപ്പൊ നമ്മൾ റിവൈസ് ചെയ്ത ഒരു പോയിന്റ് ഓർക്കണം. ആർ എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിൽ അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 2 ലാംഡ ഡിവിഷൻ ബൈ ആർ. എപ്പോഴും ഈ ഒരു തരത്തിൽ പഠിച്ചു വെച്ചിരുന്നാല് പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നമുക്ക് കോമൺ ആയിട്ട് ഈ ഫാക്ടർ കിട്ടും. അതുകൊണ്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. എന്താ ചെയ്യേണ്ടേ? കമൻസേ എന്ത് ചെയ്താൽ നമുക്ക് ഈസിയോടെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും? എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട്? ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കുക. എന്നിട്ട് ഓരോന്ന് വെച്ച് അതിന്റെ ഇന്ററാക്ഷൻ കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ ഈ പോസിറ്റീവ് ഇവൻ എന്ത് ചെയ്യും? ഇവനെ അങ്ങ് തള്ളും അല്ലെ. അപ്പോ ഇവനാണ് ഫസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ. ഇനി രണ്ടാമത് ഇവൻ എന്ത് ചെയ്യും? ഇവൻ മൈനസ് ചാർജ് ആണ്. ഈ മൈനസ് ചാർജ് നമ്മുടെ ടെസ്റ്റ് ചാർജിനെ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച്. ഈ ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവ് ഈ നെഗറ്റീവ് ലൈൻ ഓഫ് ചാർജ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? യെസ്, എക്സാക്ട്ലി അട്രാക്ട് ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും ആ E2 എന്ന് പറയുന്ന, അപ്പൊ ഇത് 1 ആണ്, ഇത് 2 ആയിട്ട് നമ്മൾ എടുത്താല് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രകാരം രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ചുമ്മാ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്താണ് E1 എന്നുള്ളത്? അവൻ പറയുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് 2r/2r ആയിട്ട് എടുത്താൽ നമുക്ക് പറയാം 1/4πε0 into that 2 lambda division by r plus E2. രണ്ടിനും ലാംഡ തന്നെയാണ് കോൺട്രിബ്യൂഷൻ. അവന്റെ മൈനസ് സൈൻ നമ്മൾ ഡയറക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം 2 into 1/4πε0 that much into 2 lambda division by r. 2 into 2 4 cancel, so you get the answer as lambda division by πε0 r. We get the answer as the third option. ഒന്നുകൂടെ നോക്കിയേ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബ്രെയിൻഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. യു ക്യാൻ, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പൊ അതില് നമുക്ക് പ്രാഥമികമായിട്ട് വേണ്ട കാര്യം ഓർക്കുക. എങ്ങനെയാണ് നമ്മുടെ പല കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്തെടുക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവനൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. അപ്പൊ ഡയറക്ഷൻ ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു? ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജിനെ വെച്ചു. എന്നിട്ട് പോസിറ്റീവ് ലൈൻ ഓഫ് ചാർജ് അവൻ എന്ത് ചെയ്തു? റിപ്പൽ ചെയ്തു.
അതുകൊണ്ട് നമ്മൾ E1 അങ്ങോട്ട് വരച്ചു. എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് ചാർജ് അവനെ അട്രാക്ട് ചെയ്തു. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇനി തിരിഞ്ഞു നോക്കണ്ട, ആഡ് ചെയ്താൽ മതി, ഒരേ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ആൻസർ. Is you really got it? Yes, a good question, a good question. So നമ്മുടെ നെക്സ്റ്റ് ഡേ കറണ്ട് ഇലക്ട്രിസിറ്റി മറന്നു പോകരുത്. ടുമോറോ 9 AM. ഡേ 1 ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ലുക്ക് ഹിയർ ദ പൊട്ടൻഷ്യൽ. ഒരു പോയിന്റ് ചാർജ് ബേസ് ചെയ്ത് മറക്കരുത് കുഞ്ഞുങ്ങളെ. ദ ഫോർമുല എന്ന് പറയുന്നത് 1/4πε0 ദാറ്റ് Q ഡിവിഷൻ ബൈ ദാറ്റ് സെപ്പറേഷൻ. അപ്പൊ അത് പവർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ R² എന്നൊരു ആസ്പെക്ട്സിലേക്ക് വരികയാണ്. പക്ഷെ നമുക്ക് ഒരു പോയിന്റ് ചാർജിലേക്ക് വരുമ്പോൾ മറന്നു പോകരുത്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു Q ഡിവിഷൻ ബൈ R എന്നുള്ള കാര്യം. പൊട്ടൻഷ്യൽ ഡിഫറൻസും വർക്കും തമ്മിലുള്ള കൺസെപ്റ്റ് ഓർക്കുക. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് എന്നുള്ള കോൺസെപ്റ്റ്. സി ദാറ്റ് ഈസ് VB മൈനസ് VA, ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു മൂവ് ഫ്രം A to B division by the charge. And we can write it to be the line integral from A to B of E dot dr. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈ പൊട്ടൻഷ്യലിന്റെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ ഓർമ്മയിൽ ഇരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സി ഒരു സോളിഡ് സ്പിയറിന്റെ അതൊരു കണ്ടക്റ്റിംഗ് ആണെങ്കിൽ, അതിനു പകരം അതൊരു നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വേരിയേഷൻ വിത്ത് സെപ്പറേഷൻ. അതിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സി ഇൻസൈഡ് അറ്റ് എനി പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ആണെങ്കിൽ 0 ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ ബേസ് ചെയ്തിട്ട് മൈനസ് dV/dr എന്ന് പറയുന്നത് 0 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇൻസൈഡ് അറ്റ് എനി പോയിന്റ് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഒരു സ്പെറിക്കൽ ഷെൽ എടുത്താൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് സ്പിയർ എടുത്താൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ പൊട്ടൻഷ്യലിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ഹാവ് ദ സെയിം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ്. സർഫസിലുള്ള അതേ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. അതുകൊണ്ട് തന്നെ കർവ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് അവന്റെ നേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ നോൺ കണ്ടക്ടിങ് സ്പിയർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ ചാർജ് എന്ന് പറയുന്നത് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ അവിടത്തെ കർവ് വരയ്ക്കുമ്പോൾ ദ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഗോട്ട് ദ മാക്സിമം വാല്യൂ ഓൺ ഇറ്റ്സ് സർഫസ്. അതുകൊണ്ട് തന്നെ ദ കർവ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. ആ വേരിയേഷൻ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് കീപ് ഇൻ മൈൻഡ് ഈസ് ഈക്വൽ ടു as 1/4πε0 Q division by that 2r² into 3r² minus r², 2r cube into 3r² minus r². It is a very important one. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് 1/4πε0 Q division by 2r cube into 3r² minus r². ഓർക്കുക, ഓൺ ദ സർഫസ് എടുക്കുമ്പോൾ നമുക്ക് R എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയി മാറുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തുമാത്രം മാറി എന്ന് നോക്കിയേ. 1/4πε0 Q division by 2r cube into 3r² minus r². അവിടെ 2r² ആയിട്ട് മാറുമ്പോൾ 2 ക്യാൻസൽ ആയി r² ആയിട്ട് മാറിയാൽ Q/R അവർ റിലേഷൻ. സോ വളരെ പ്രധാനപ്പെട്ട കേസാണ്, മറന്നു പോകരുതേ. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അത് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കേസസിന്റെ അത് വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ചാർജിന് പകരം ഒരു ചാർജിനെ തന്നെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർക്കുക, ദ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് K/Q1 Q2 division by R. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. പൊട്ടൻഷ്യൽ എനർജി ബേസ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
പ്രോമിസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മിക്കവാറും ഒരു ലേറ്റസ്റ്റ് ഒരു 10 വർഷം എടുത്താല് അതിലൊരു 6 വർഷവും ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ദിസ് ടൈം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. നോക്കി, if potential in a region is expressed, that is given as V is equal to 6xy minus y plus 2yz. The electric field at point 110 is. So നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് 110 കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, keep in mind, already we said the electric field is the negative gradient of potential. In vector form we can write it to be E got the value as EXI plus EYJ plus EZK. എന്ന് പറയുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, മൈനസ് dV by dx into I plus minus dV by dy into j plus minus dV by dz into k. That is the concept. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊസിഷൻ ഡിപ്പെൻഡബിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് ഓർമ്മയിരിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നോക്കിയേ, ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധയോടെ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. അപ്പൊ നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് ആദ്യം EX നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ EX എന്ന് പറയുമ്പോൾ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ പൊട്ടൻഷ്യൽ ആണ് എന്ന് പറയുമ്പോൾ 6xy മൈനസ് y പ്ലസ് 2yz. അപ്പൊ എക്സിന് വേരിയബിൾ ആയിട്ട് എടുക്കുമ്പോൾ മറ്റ് ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സും കൺസെപ്റ്റ് ഇല്ല, അപ്പൊ അവനെ നമുക്ക് ഒഴിവാക്കാം. ഇവനെ മാത്രം നമ്മൾ എടുക്കുക. അപ്പൊ അവനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. എക്സ് ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. സോ യു ഗെറ്റ് ദ ആൻസർ മൈനസ് ഇൻറ്റു അവന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 6y ആയിട്ട് നമുക്ക് കിട്ടി. പക്ഷെ അപ്പോഴും ഓർക്കണം, ഈ 6y എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് എക്സ്, ഇത് y, ഇത് z. y വാല്യൂ ഇസ് 1. സോ നമുക്ക് x വാല്യൂ ഇസ് മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ ഒരു ആൻസർ ആയി കഴിഞ്ഞു, മൈനസ് എക്സ് ആയി. അടുത്ത് വേണ്ടത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ y കണ്ടുപിടിക്കണമെന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കാം കുഞ്ഞുങ്ങളെ? വീണ്ടും ശ്രദ്ധിച്ച്, മൈനസ് ഡി ബൈ ഡി വൈ ഓഫ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് നോക്കിയേ, 6y മൈനസ് y പ്ലസ് 2yz. എല്ലാത്തിലും നമ്മുടെ വാല്യൂ ഉണ്ട് അല്ലെ y. അപ്പൊ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ. കമാൺ, ഇതെടുക്കുമ്പോൾ y പോയി അല്ലെ, അപ്പൊ 6x ആയിട്ട് മാറി. ഇവിടെ y പോയി അല്ലെ, സോ ഇറ്റ് ബിക്കംസ് -1 ആയിട്ട് മാറി. ദെൻ കമാൺ, പെട്ടെന്നാവട്ടെ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യെസ് ഇസഡ് ഉണ്ട് അല്ലെ, y പോയി, സോ 2z ആയിട്ട് നമുക്ക് പറയാം. ഇനി കൃത്യമായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ച്, എക്സിന്റെ വാല്യൂ ആ പൊസിഷനിൽ എത്ര ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? 1 ആണ്. അപ്പം 6 ആണ്, -1 ആണ്. ഇസഡ് എന്താണ്? 0 ആണ്. അപ്പൊ അവൻ പോയി. 6 - 1 5 ആയി. അപ്പൊ എന്തായിട്ട് കിട്ടി? -5. സോ -5j ആൻസർ ആയി കഴിഞ്ഞു അല്ലേ? എക്സാക്ട്ലി. കാരണം മൈനസ് കോമൺ എടുത്താൽ 6i + 5j ആ വാല്യൂ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഈ ഇസഡ് കൂടെ ഫോർ യുവർ എക്സ്പീരിയൻസ് കമാൺ ട്രൈ ടു സോൾവ് ഇറ്റ്. കമാൺ എവരിബഡി, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. കമാൺ ട്രൈ ഇറ്റ്. സോ ഈ ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി ഇസഡ് ഓഫ് കമാൺ ദാറ്റ് ഈസ് 6xy മൈനസ് y പ്ലസ് 2yz. അപ്പൊ അവിടെ ഇസഡ് ഉള്ളത് ആകെപ്പാടെ അവസാനത്തെ വാല്യൂ മാത്രമേ ഉള്ളൂ അല്ലെ. സോ മൈനസ് ഓഫ് 2yz, ഇസഡ് പോയി. y എന്ന് പറയുന്നത് അവിടെ 1 ആണ് അല്ലെ, അപ്പൊ -2 എന്ന് നമുക്ക് കിട്ടി. സോ -2k ആയിട്ട് നമുക്ക് എഴുതാം. സോ 6i + 5j + 2k, exactly your answer. Very good, very good. And you get the answer as the first choice as yes a. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ അത് പഠിക്കുമ്പോൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. ലുക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ 12. അനദർ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ കഴിഞ്ഞ തിയറി കണ്ടത് വെച്ച് നിങ്ങൾക്ക് നേരിട്ട് ആൻസറിലേക്ക് വരാം. പെട്ടെന്നാവട്ടെ. എ കണ്ടക്ടിങ് സ്പിയർ ഓഫ് റേഡിയസ് r is given a charge. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, കണ്ടക്ടിങ് ചാർജ് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് അവിടെ resides on its surface only. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. എന്നിട്ട് പറയാണ്
the electric potential and the electric field at the center. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും അതോടൊപ്പം പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ടുള്ള കർവ് വരയ്ക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് സെൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. Can you share the answer? Come on. Come on. Come on, everybody. ഇവിടെ ഒരു ഷെല്ലിന് ഇക്വലന്റ് ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ഈസ് 0. അതുകൊണ്ട് തന്നെ കർവ് ഈസ് ലൈക്ക് ദിസ് വൺ. പക്ഷെ ദ പൊട്ടൻഷ്യൽ ടേക്ക് നമുക്കറിയാം ഈസ് ഈക്വൽ ടു മൈനസ് dV/dr ആണെന്നറിയാം. അപ്പൊ ഇൻസൈഡ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. Exactly. All right. Very good. Very good. So we can take the answer for the 12th one as exactly the second option. So the electric field is 0 and the potential take the same value on its surface, and hence we can say that 1/4πε0, the charge division by the radius. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. ഇതിന്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോർ ദി എക്സാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും. നോക്കിയേ, നല്ല ക്വസ്റ്റ്യൻ ആണ്. 4 electric charges plus q minus q plus q plus q minus q minus q are placed at the corners of a square L. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എല്ലാം, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാം. The electric potential at point A midway between the two charges plus q and plus q. മക്കളെ, ഇവിടത്തെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. സേ 1, ഇത് 2 എന്ന് ഞാൻ എടുക്കുകയാണ്. 3, this is 4. പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോഴേ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, പല കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അവർ രണ്ടുപേരും വെക്ടർ ക്വാണ്ടിറ്റികളാണ്. അപ്പൊ നമ്മുടെ വെക്ടർ കൺസെപ്റ്റ് ആണ് അവിടെ എടുക്കാൻ പറ്റുക. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഇത് കൺസിഡർ ചെയ്യുമ്പോൾ മറക്കരുത്, പക്ക സ്കേലാറാണ്. ഓൾജിബ്രായി സം എടുത്താൽ മതി, സൈൻ അതേപടി. പക്ഷെ ഓൾജിബ്രായി സം എടുത്താൽ ആൻസർ കിട്ടി കഴിഞ്ഞു. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കൂ. അപ്പൊ ഇവിടുത്തെ 4 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലെ. സോ വി ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ദം ആൻഡ് യെസ് V2 plus V3 plus V4. എന്താണ് പൊട്ടൻഷ്യലിന്റെ ഫോർമുല? K into Q division by separation. അതല്ലേ ഫോർമുല. പക്ഷെ സൈൻ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ എടുക്കാൻ മാത്രം ചിന്തിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഒന്നാമത്തവന്റെ കോൺട്രിബ്യൂഷൻ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ബാക്കിയൊക്കെ ഒരേ മാഗ്നിറ്റ്യൂഡാണ് എല്ലാത്തിനും. പിന്നെ സൈൻ, അപ്പൊ അവന്റെ പ്ലസ് ചാർജ് തന്നെയാണ്. അപ്പൊ K into Q division by L. അപ്പൊ അടുത്ത ആള് വീണ്ടും സെപ്പറേഷൻ സെയിം അല്ലേ, അത് തന്നെയാണ് ആൻസർ. ഇനി അടുത്ത് വേണ്ടത് നമ്മുടെ 3യുടെ ചാർജാണ്. അപ്പൊ ആ സെപ്പറേഷനെ പറ്റി നമ്മൾ വ്യക്തതയോടെ അറിഞ്ഞിരിക്കണം. നോക്കി, ഈ സെപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. ഇത് എല്ലാണെന്ന് അറിയാം അല്ലെ. ഇത് 2 മുതൽ 3 വരെയുള്ള ലെങ്ത് 12 എന്നാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ എയും 3യും തമ്മിലുള്ള അകലം എന്താണ്? D ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പൈതഗോറിയൻ കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ that is equal to root of, come on everybody, yes, L square plus that 2L square അല്ലെ. അപ്പൊ 4L square plus L square എത്രയായിട്ട് മാറി? √5L square എന്ന് പറയുമ്പോൾ √5 times of L ആയിട്ട് മാറിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലുക്ക്. അപ്പൊ ഇവന്റെ കോൺട്രിബ്യൂഷൻ, 3യുടെ കോൺട്രിബ്യൂഷൻ K into, ആ ചാർജ് മൈനസ് ആണ്, മറന്നു പോരുത്, KQ division by സെപ്പറേഷൻ എത്രയാണ്? √5L ആണ്. കമാൺ, സ്ക്വയർ ഇടരുത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇനി വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ദ 4th ചാർജ് കോൺട്രിബ്യൂട്ടർ? അവിടെയും ഓർക്കണം മൈനസ് ചാർജ് ആണ്. സെപ്പറേഷൻ നമ്മളെ 3rd മാതിരി തന്നെയാണ് അല്ലെ. സോ -KQ by √5L. അപ്പോ ഇത് രണ്ടും ഒരേപോലെ അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 2 into KQ division by L.
ഇതും രണ്ടും ഒരേപോലെ അല്ലേ? സോ -2 -2 into KQ division by √5 ആയി. ഇനി കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഒന്ന് പുറത്തെടുത്തേ. പെട്ടെന്ന് ആൻസർ ആയി കഴിഞ്ഞു. കമാൺ എവരിബഡി. 2 into ഓക്കെ k എന്ന് പറയുമ്പോൾ 1/4πε0. then q by l into കമാൺ എവരിബഡി 1 മൈനസ് പിന്നെ ലെഫ്റ്റ് ആയിട്ടുള്ളത് 1/√5 ആണ്. So you carry the concept as is equal to 1/4πε0 into exactly 2q by l into 1 minus 1/√5. So that is the concept there. About exactly you get the third option as the answer. Very good, very good. കുഞ്ഞുങ്ങളെ ഇതൊക്കെ പ്രോമിസിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ കഴിഞ്ഞ വർഷങ്ങളോടെ നീറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് ആണ്. റിയലി നിങ്ങളെ യഥാർത്ഥത്തിലുള്ള നീറ്റ് 2021 നയിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനേക്കാൾ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പല ആസ്പെക്ട്സുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് 2021 പെർഫോം ചെയ്യാൻ പറ്റും. നോ ഡൗട്ട് അറ്റ് ഓൾ. നമ്പർ 14 നോക്കിയേ. A, B and C are the 3 points in a uniform electric field. The potential, the electric potential. ഈ പൊട്ടൻഷ്യലിന്റെ കൺസെപ്റ്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിം അല്ലെ? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ പൊട്ടൻഷ്യൽ സെയിം ആവുമ്പോൾ ഒരു സാധാരണ രൂപത്തിൽ നിങ്ങൾക്കറിയാം, ഒരു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ആ പൊട്ടൻഷ്യലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അല്ലെ? പക്ഷെ ഇവിടത്തെ ചോദ്യം എന്ന് പറയുന്നത് ബി ആണോ സി ആണോ എ ആണോ? അവിടെ എവിടെയായിരിക്കും മാക്സിമം പൊട്ടൻഷ്യൽ വരിക? അതിന്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഞാൻ പറയാം. നോക്കിയേ. ഇതൊരു പ്ലസ് ക്യൂ ചാർജ് ആണ്. അതിന്റെ പൊട്ടൻഷ്യലിന്റെ ഒരു ചെറിയ ഭാഗം വരച്ചതേ ഉള്ളൂ. പക്ക സർക്കിൾ ആയിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി. വാട്ട് ഓർ മേ ബി ദ കേസ്. എപ്പോഴും നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ് അല്ലെ? കാരണം E ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r. അതിനനുസരിച്ച് തന്നെ പൊട്ടൻഷ്യൽ നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പോകുന്നത് അതല്ലേ? എന്ന് പറയുമ്പോഴേ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർക്കേണ്ടത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസസ് ആണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏത് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? Exactly, you are right. Come on, everybody. Yes, the first option, maximum at point B. വളരെ ഗുഡ് ആയിട്ടുള്ള ആൻസർ ആണ്. വെരി ഗുഡ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം 2007. നോക്കിയേ, സ്വന്തമായിട്ട് വായിക്കുക. നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിലും മക്കളെ നന്നായിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ വർക്ക് ഡൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ വർക്ക് കണ്ടുപിടിക്കാൻ എപ്പോഴും ഈ കോൺസെപ്റ്റ് മതിയാവും. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നോക്കിയേ നമ്മുടെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഇട്ട് പഠിക്കുക. ഇതേ മെത്തേഡ് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോർ ദ കമ്മിങ് എൻട്രൻസ് എക്സാമിനേഷൻ. The charges plus Q and minus Q are placed at points capital A and B respectively, which are at a distance 2L apart. C is the midpoint between capital A and capital B. The work done in moving a charge plus Q along the semicircle CRD. അപ്പൊ ആദ്യം ഇവിടെ ഇരിക്കുകയാണ്. That is the first location. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവച്ചു സെക്കൻഡ് ലൊക്കേഷൻ. എന്തുമാത്രം വർക്ക് ചെയ്തു? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആന്നേ. U2 - U1 എടുത്താൽ മതി എന്നേ. അപ്പൊ നമ്മളുടെ എയിം എന്ന് പറയുന്നത് ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോഴും അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഫോർമുല നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഫോർമുല? യെസ്, 1/4πε0 ദാറ്റ് ചാർജ് 1, 2 ബൈ സെപ്പറേഷൻ. സൈൻ അവിടെ എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും?
വളരെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചേ, വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കേണ്ടത് ഇങ്ങനെയാണ്. നോക്കിയേ, ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിച്ചേ. ഇതാ എ എന്ന് പറയുന്ന പൊസിഷൻ, സി എന്ന് പറയുന്ന പൊസിഷൻ, ബി എന്ന് പറയുന്ന പൊസിഷൻ. എയിലിരിക്കുന്നത് പ്ലസ് ക്യൂ ആണ്, ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുന്നത് പ്ലസ് ക്യൂ ആണ്, ഇവിടെ ഇരിക്കുന്നത് മൈനസ് ക്യൂ ആണ്. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവ തമ്മിലുള്ള സെപ്പറേഷനെ കുറിച്ചും ചിന്തിക്കാം. അപ്പൊ U1 എന്ന് പറയുന്നത്, ആദ്യം ഇവര് തമ്മിലുള്ള കോൺട്രിബ്യൂഷനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? K ഇൻറ്റു സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ L. ഗുഡ് അല്ലേ? അടുത്ത എന്താണ് കോൺട്രിബ്യൂഷൻ വരുന്നത്? ഇവര് തമ്മിലാണ് അല്ലെ? അപ്പോ സ്വാഭാവികപരമായിട്ടും നോക്കി ശ്രദ്ധിച്ചേ, വാട്ട് ഈസ് ദ വാല്യൂ there? മൈനസ് അവിടെ വരുന്നത് K ഇൻറ്റു സ്മോൾ ക്യൂ, അവിടെ മൈനസ് സൈൻ വന്നു, ആ മൈനസ് നമ്മൾ പുറത്തെടുത്തു, K ഡിവിഷൻ ബൈ L അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസ് ഒന്ന് ചിന്തിച്ചേ. സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, നമ്മുടെ ഈവൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പ്ലസ് ക്യൂ ഇവിടെ തന്നെയാ, എ പൊസിഷനാണ്, പക്ഷേ ബിയുടെ പൊസിഷനും സെയിം ആണ്. നമ്മുടെ സി പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് റേഡിയസ് എന്ന് പറയുന്നത് കൊണ്ട് ഇത് എല്ലാണ്, അപ്പൊ ഇവനും എന്തായിരിക്കും? എല്ലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ U2 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ U2വിന്റെ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട താരം ഇവനാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബിറ്റ്വീൻ പ്ലസ് ക്യൂ ആൻഡ് ക്യൂ എന്തായിട്ട് നമുക്ക് പറയാം, കാരണം ഇവനാണ് സെന്റേർഡ് ആയിട്ടുള്ള താരം. K ഇൻറ്റു സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ബൈ. അവ തമ്മിലുള്ള സെപ്പറേഷനെ പറ്റി ഒന്ന് കൃത്യമായിട്ട് എടുത്തേ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ സെപ്പറേഷൻ? L 3L ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്ത് ഇവര് തമ്മിലാണ്. അപ്പൊ ഇവര് തമ്മിൽ എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അവ തമ്മിലുള്ള സെപ്പറേഷൻ L ആണ്. ചാർജ് ഒരെണ്ണം മൈനസ് ആണ്, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് K ഇൻറ്റു ക്യൂ ഡിവിഷൻ ബൈ ദാറ്റ് L ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ടുപിടിക്കേണ്ട എന്താണ്? U2 മൈനസ് U1. പെട്ടെന്നാവട്ടെ. സോ U2 മൈനസ് U1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യെസ്, ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി അല്ലെ? ഓൾറെഡി തന്നെ നമുക്ക് 0 ആയി വരും, കാരണം ഒരേ വാല്യൂ ആണ്. ഇതാണ് നമ്മുടെ വാല്യൂ ആയിട്ട് നമുക്ക് പറയുന്നത് അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ അതിലൊന്ന് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്ന് പുറത്തെടുത്തേ. സോ K Q ക്യാപിറ്റൽ Q ബൈ L ഇൻറ്റു ദാറ്റ് 1/3 മൈനസ് 1 അല്ലെ? യെസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് പറയുന്നത് നമുക്കറിയാം 1/4 പൈ എപ്സിലോൺ 0 സ്മോൾ ക്യൂ ക്യാപിറ്റൽ Q ബൈ L ഇൻറ്റു ദാറ്റ് മൈനസ് 2/3 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോ ഈ 2ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. 2 ഇൻറ്റു 3 എന്തായിട്ട് മാറി? 6. മൈനസ് സൈൻ മറന്നു പോകരുത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/6 പൈ എപ്സിലോൺ 0 ദാറ്റ് സ്മോൾ ക്യൂ ക്യാപിറ്റൽ Q ഡിവിഷൻ ബൈ L. എക്സാക്ട്ലി. സോ നമ്മുടെ തേർഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആ ചെയ്ത വഴികൾ ഒന്ന് ശ്രദ്ധിച്ചേ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 3 ചാർജസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ Q എന്ന് പറയുന്ന സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു പോയിന്റ് ചാർജ് ക്യാപിറ്റൽ Q മൂവ് ചെയ്യുമ്പോൾ എന്തുമാത്രം പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മൾ ഓരോ പൊസിഷന്റെയും പൊട്ടൻഷ്യൽ എനർജി ബൈ യൂസിങ് ദിസ് റിലേഷൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ 2 കോൺട്രിബ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ട് 2 പാർട്ട് വീതം ഓരോന്നിനും. എന്നിട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക് ഡൺ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ എക്സാക്ട്ലി യു ഗെറ്റ് ദ കോൺസെപ്റ്റ്. റിയലി യു ഗോട്ട് ഇറ്റ്? കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ, ദ നെക്സ്റ്റ് വൺ, നമ്പർ 16. So one more question. Again a good question, good question, good question. Each corner of a cube of side L has a negative charge minus Q. അപ്പോൾ ഇതൊരു ക്യൂബാണ്, മറക്കരുത്, സ്ക്വയർ അല്ല. ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സൂപ്പറാണ്. 2002 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്നാണെന്നറിയാമോ നിങ്ങളെ? നമുക്ക് ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. അപ്പം ഓരോ കോർണറിലായിട്ട്, അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ചിന്ത വരണം കേട്ടോ.
എല്ലാത്തിലും. അപ്പൊ 8 ചാർജ് ഇങ്ങനെ വെച്ചിരിക്കും, -2. ഇതിന്റെ സൈഡ് L എന്ന് നമ്മളോട് പറയും. The electrostatic potential energy of a charge Q at the center of the Q. ഇവനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. സെൻട്രൽ ഒരു Q ചാർജ് വെച്ചേക്കാണ്. അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? മൊത്തം സിസ്റ്റത്തിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. ആ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? അപ്പൊ നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 ഡിവിഷൻ ബൈ സെപ്പറേഷൻ. സെപ്പറേഷൻ സൂക്ഷിക്കും. അപ്പൊ നമ്മള് ഓരോ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണേ, ഓപ്പോസിറ്റ് കോർണേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സാധാരണ ഒരു സ്ക്വയർ എടുക്കുമ്പോഴുള്ള ഡയഗണൽ അല്ല, ഇതും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന്റെ സെന്ററിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് നോക്കി, ഇത് ഒരു ഫേസിലെ ഡയഗണലാണ്, ഇത് ഒരു സൈഡാണ്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആ ഡയഗണൽ എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് L ആണ്, ഇത് L ആണ്. അപ്പൊ ഈ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത് √2 L ആയിട്ട് മാറി. ഗുഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഹൈറ്റ് L ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ടോട്ടൽ ഡയഗണൽ യഥാർത്ഥത്തിലുള്ള ഡയഗണലിന്റെ വാല്യൂ ഞാൻ D ആയിട്ട് എടുത്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു √2L² പ്ലസ് L² ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് √2L²? സോ 2L² പ്ലസ് L², ദാറ്റ് ഈസ് ഈക്വൽ ടു √3L. അപ്പൊ നമുക്ക് എക്സാക്ട്ലി വേണ്ടത് the location of this Q from a corner. ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് എന്ന് പറയുന്നത് is d/2. I am treating it as x. So x is given as is equal to d/2. d/2 is what? The d/2 is √3/2L. അറിഞ്ഞാൽ ആൻസർ ആയി. അങ്ങനെ എത്ര കോൺട്രിബ്യൂട്ടേഴ്സ് ആണ്? 8 എണ്ണം. ഏത് സെപ്പറേഷനിലായിരിക്കുന്നേ? √3/2L. അപ്പൊ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 1/4πε0 into രണ്ട് ചാർജസ് -Q into Q ഡിവിഷൻ ബൈ സെപ്പറേഷൻ ആസ് √3/2 L. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനം. അങ്ങനെ എത്ര കോൺട്രിബ്യൂഷൻ ആണാവോ? 8 എണ്ണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് വന്നേ. 2 cancel, then it becomes 4. So we can say that is equal to -4Q² division by √3πε0L, and that is the answer. Is it clear? Comfort ആണോ കുഞ്ഞുങ്ങളെ? അപ്പൊ ഒരിക്കൽ കൂടെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് വരുമ്പോഴേ ഞാനതൊരു ട്രയാങ്കിൾ ബേസ് ചെയ്ത് പറയാം. കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇവിടെ 3 ചാർജസ് ഉണ്ടെന്നിരിക്കട്ടെ, Q1 Q2 Q3. ഇവയുടെ പൊട്ടൻഷ്യൽ എനർജി, ഇവയുടെ ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ അവിടെ Q1ഉം Q2ഉം Q2ഉം Q3ഉം Q1ഉം Q3ഉം എല്ലാ കോൺട്രിബ്യൂഷനും കൂടെ എടുക്കണം. പക്ഷെ ഇവിടത്തെ കാര്യം അങ്ങനെയല്ല. You have to stick on to the middle charge Q, and that's the reason why we take only the 8 contributions. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. നോക്കൂ, നമ്പർ then the capacitors. അപ്പൊ നമ്മുടെ കപ്പാസിറ്റേഴ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തതയോടെയുള്ള കോൺസെപ്റ്റ്സുകൾ വരിക. അപ്പൊ നമ്മൾ സാധാരണ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കേസസിൽ നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ε0 A/d ആണ്. ഇതിന്റെ അകത്തൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ വർഷവും ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, മറന്നുപോകും. അപ്പൊ ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയോ ചാർജിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ജോമെട്രിക്കൽ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ സെപ്പറേഷൻ, അതിന്റെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, അതിനകത്തിരിക്കുന്ന മീഡിയം എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടെ നിങ്ങൾ അറിയും. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മുടെ ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, നമുക്ക് ഇതിന് പകരം ഒരു ചെറിയൊരു ഗ്യാപ്പില് സപ്പോസ് അടുത്തൊരു സിറ്റുവേഷൻ ആയിട്ട്
ഇവന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഡി ആയിട്ടിരിക്കുകയെന്നിരിക്കട്ടെ. ഇതിനിടയിലേക്ക് നമ്മൾ ഒരു ടി തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആഡ് ചെയ്താൽ കപ്പാസിറ്റൻസിന് എന്ത് വ്യത്യാസം വരും? അപ്പൊ അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അതൊരു സാധാരണ രൂപത്തിൽ ഒരു ഡൈഇലക്ട്രിക് ആണെങ്കിൽ that equation is epsilon 0 A by D minus T into 1 minus 1 by K. പക്ഷെ അതിന് പകരം ഒരു മെറ്റൽ ആയിട്ട് മാറുന്നു, കണ്ടക്ടർ ആണ് വെക്കുന്നതെങ്കിൽ അവിടെ K എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറുകയാണ്. അവിടെ നമുക്ക് epsilon 0 A division by D minus T ആയിട്ട് മാറും. ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ. സപ്പോസ് ഇതിനകത്ത് നമ്മുടെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് പാർട്ടാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ K1 എന്നുള്ള മെറ്റീരിയലും ഇവിടെ K2 എന്ന് പറയുന്ന മെറ്റീരിയലുമാണ് ആഡ് ചെയ്താൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവനെ സീരീസ് കോമ്പിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇവനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവന്റെ നോക്കി ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഹാഫ് ആയത്. അപ്പൊ അത് D/2 ആണ്. അവന്റെ ഏരിയക്ക് വ്യത്യാസമില്ല. മീഡിയം K1 ആയിട്ട് എടുക്കുക. അപ്പോൾ അവന്റെ C1 എന്ന് പറയുന്നത് K1 epsilon 0 A by the separation as D/2. അതേപോലെ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? അവിടെ ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം രീതി, ഏരിയ സെയിം, സെപ്പറേഷൻ ബൈ 2 ആണ്, K2 ആണ്. അതുകൊണ്ട് C2 എന്ന് പറയുന്നത് K2 epsilon 0 A by D/2. അതിന് പകരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു ആസ്പെക്ട്, സപ്പോസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഇത് K1 ആണ്, ഇത് K2 ആണ്. അപ്പോൾ അവിടെ ഡിഫറൻറ്റ് വരുന്നത് ഏരിയ ആണ്. അത് A/2 A/3 അതെങ്ങനെയാണോ ആയിക്കൊള്ളട്ടെ. അപ്പൊ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് പാരലൽ കോമ്പിനേഷൻ ഓഫ് നമ്മുടെ 2 കപ്പാസിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇവന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലേക്ക് എടുക്കേണ്ടത് ഈ തരത്തിലായിരിക്കണം. ദാറ്റ് ഈസ് ഇവന്റേത് മീഡിയം K1, ഏരിയ A/2, സെപ്പറേഷൻ D. അപ്പൊ നമുക്ക് അവിടെ C1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ദാറ്റ് K2 into A/2 division by D. അതേപോലെ C2. എന്നിട്ട് നമ്മുടെ കോമ്പിനേഷന്റെ റിസൾട്ട് യൂസ് ചെയ്യുക. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ മറന്നു പോകരുത്, അത് C1 പ്ലസ് C2 ആയിട്ട് മാറുകയാണ്. അത് സീരീസ് കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ മറക്കരുത് 1/C1 പ്ലസ് 1/C2. അതിന്റെ മറ്റു പ്രൊസീജിയേഴ്സ് ഓർത്തിരിക്കുക. ഒരു ബ്രെയിൻഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഈ കേസ് നിങ്ങൾ മനസ്സിൽ ഓർക്കണേ. ഒന്ന്, ഈ ഒരു കപ്പാസിറ്ററിനെ എപ്പോഴും ഒരു സെല്ല് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് we can say the potential is a constant. If the battery is a cut, keep in mind the charge is a constant. അത് ബേസ് ചെയ്തിട്ട് when a dielectric is inserted on it, then what are the changes happen to the charge potential, capacitance, energy stored, electric field, potential? ഇതെല്ലാം സ്ഥിരതയോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ ഈസ് സ്റ്റിൽ ഇൻ കണക്ഷൻ എങ്കിൽ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിന് എന്ത് വ്യത്യാസം വരും? അത് തിയറി മനോഹരമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ, സേ നമ്മുടെ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു, എന്നിട്ട് അവന്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. അപ്പോഴേ ഓർക്കണം ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിനകത്ത് ഈ രണ്ട് പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ്. അവന്റെ ഡിസ്റ്റൻസ് കൂട്ടുകയാണെന്നിരിക്കട്ടെ. ഡി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താൽ ഈ പാരാമീറ്റേഴ്സിന് എന്ത് വ്യത്യാസം വരും? ആ തിയറി പാർട്ട് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കും. നോക്കിയേ, നമ്മുടെ 2020 ചോദിച്ച മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ചെയ്യുക. So just 4 questions to go to complete. So please wait and വളരെ പ്രധാനപ്പെട്ട തിയറിയും അതോടൊപ്പം ക്വസ്റ്റ്യൻസും ഫോർ ദ നീറ്റ് 2021. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗുഡ് ആയിട്ടുള്ള. നോക്കി, the capacitance of a parallel plate capacitor with air as the medium is 6 μF. അപ്പൊ നമുക്കറിയാം C0 എന്ന് പറയുന്നത് epsilon 0 A division by D എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ 6 μF ആയിട്ട് തന്നിരിക്കുക. With the introduction of a dielectric medium, the capacitance become 30 μF. എന്ന് പറഞ്ഞാൽ അത് C dash എന്ന് പറയുന്നത് K into epsilon 0 A division by D എന്ന് പറയുന്നത്
30 mu ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ what is the permittivity of the medium? Relative permittivity അല്ല, എപ്സിലോൺ ആണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുക. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർക്കുക, the relative permittivity is equal to the permittivity of the medium by air. That means epsilon, take the value is equal to epsilon 0 into epsilon r. അപ്പൊ ഈ രണ്ട് റിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വ്യക്തതയോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് C0 അല്ലേ, അപ്പൊ K എന്ന് പറയുന്നത് എന്താണ്, C'/C0 അല്ലേ എന്ന് പറഞ്ഞാൽ അത് 30 μf ഡിവിഷൻ ബൈ 6 μf അല്ലേ. അപ്പൊ നമ്മുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയെന്ന് കിട്ടി? Come on, say what is the value? So you get the value exactly. Come on. Yes, 5. K അറിയാം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിയാം. അപ്പൊ എപ്സിലോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? എപ്സിലോൺ 0, 8.85 into 10 to the power of -12 into എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? That is 5. That is equal to, come on, you get the value as 0.44 into, yes, exactly -10. So the second option as the answer. That is the question number 70. Exactly. Very good, very good, very good. Yes. Come on, everybody. Yes, try to do it. Yes. Number 80. A good question. Come on. ഒരു സർക്യൂട്ട് അനാലിസിസ് ആണ് വരുന്നത്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് കടക്കാം. നോക്കൂ. Come on, everybody. What is the effective capacitance between X and Y? ഞാൻ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റുഡന്റിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഞാൻ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. C1 it is given as is equal to μf, 6 μf. And here the C5 that is given as is equal to 20 μf. And here there is a C2 that is in between B and D with the value C2 as is equal to 6 μf. And between A and C that is a C3 that is equal to 6 μf. That is between A and C. And between C and D, we are with again C4 that is equal to 6 μf. That is X and this is Y. So you got the concept, what it is. Exactly, that is a Wheatstone bridge. അപ്പോൾ അവിടെ നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ നമ്മൾ കിർച്ചോഫ്സ് ലോ വെച്ച് പോകുന്നത് ചാർജ് ഫ്ലോ ഓഫ് കപ്പാസിറ്ററിനും ബാധകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറയാം, വളരെ വ്യക്തതയോടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പോയിന്റ്, ഇത് P, ഇത് Q, ഇത് R, ഇത് S ആണെങ്കിൽ the P by Q should equal to R by S. So that just to take the ratio, they are equal, and hence we can say the charge flow through them become 0. There is no charge flowing through it. അപ്പൊ ഇവനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ആകുന്ന ചാർജ് ഫ്ലോ ബേസ് ചെയ്തിട്ട് നമ്മുടെ C1ഉം that is C2ഉം they are in series in the same pattern on the lower end. നമുക്കപ്പോ സ്വാഭാവികപരമായിട്ട് സീരീസ് കോമ്പിനേഷൻ ആണ്, 6 μf ആണ്. അപ്പൊ 6/2 ആയിട്ട് നമുക്ക് എടുക്കാം, 3 μf ആണ് അല്ലെ? യെസ്. സോ 3 μf ആയിട്ട് കിട്ടി. ലോവർ ആമിൽ നമുക്ക് എന്തായിട്ട് തന്നെ കിട്ടി? 3 μf ആയിട്ട് കിട്ടി. സോ 3 μf പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ എഫക്റ്റീവ്ലി നമുക്ക് എത്ര ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ബിക്കംസ് 6 μf എക്സാക്ട്ലി. അത് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓർത്തിരിക്കുക, ഈക്വൽ ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ മക്കളെ നോ ഡൗട്ട് അറ്റ് ആൾ സെയിം റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും അതിൽ വരിക. സോ ഹിയർ
വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. That's a good question. Good question. Number 90. Promising ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മക്കളെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. അത് ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ സാധാരണ ചോദിച്ചിട്ടുള്ള നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദ എനർജി ലോസ് ഫോർ ദ പ്രോസസ്. വളരെ പ്രധാനപ്പെട്ട കേസ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിക്കാം. അതിന്റെ പ്രിലിമിനറി ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A capacitor C1 is charged to a potential difference V. നമുക്കൊരു ഫസ്റ്റ് കേസ് എടുക്കാം. ഒരു കപ്പാസിറ്റർ C1 എടുത്തു, അവനെ ഒരു സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ അവന് V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ കിട്ടി. The charging battery is then removed. Okay, അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പൊ അവന് V പൊട്ടൻഷ്യൽ ഉണ്ട്, C1 കപ്പാസിറ്റൻസ് ഉണ്ട്. And the capacitor is connected to an uncharged capacitor C2. അപ്പോ അടുത്ത അവനെ ഒരു അൺചാർജ്ഡ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഓർക്കണേ, അവന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കോമ്പിനേഷൻ ഈസ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള കോമൺ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം C1 കപ്പാസിറ്ററിനെ നമ്മൾ ഒരു സെല്ല് വെച്ച് ചാർജ് ചെയ്തതിന് ശേഷം അതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് അൺചാർജ്ഡ് ആയിട്ടുള്ള മറ്റൊരു പൊട്ടൻഷ്യലുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിൽ വാട്ട് ഈസ് ദ കോമൺ പൊട്ടൻഷ്യൽ? ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഹിയർ. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് യെസ്, ദ വെരി ഇമ്പോർട്ടന്റ് വൺ, ദ ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് എന്താണോ ചാർജ് ഉള്ളത് അത് തന്നെ ആയിരിക്കണം ആഫ്റ്ററിന്. അപ്പൊ ബിഫോർ എന്തൊക്കെ കേസസ് ആണ്? അപ്പൊ നമ്മുടെ ചാർജ് ഫോർ ദ കപ്പാസിറ്റർ 1 പ്ലസ് ചാർജ് ഫോർ ദ കപ്പാസിറ്റർ 2 എന്ന് പറയുന്നതാണ് ചാർജ് ഫോർ ദ കോമ്പിനേഷൻ. നമുക്കറിയാം Q is equal to C into V. എങ്കിൽ ഫസ്റ്റ് വണ്ണിന് C1 V1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ്ണിന് C2 V2 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കോമ്പിനേഷൻ they are in parallel and hence the C effective into the charge flowing there. Sorry, potential there. That is the potential, common potential we have to learn. So here it is given the second potential is 0. Actually uncharged one ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? C1 V1 എന്ന് പറയുന്ന V ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. It must be equal to C effective. Parallel combination വരുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? C1 plus C2 into that common potential. So V common എന്ന് പറയുന്നത് VC1 by C1 plus C2 and you get the answer as is equal to yes, the first option as the choice. That is very important. ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ എന്തുമാത്രം എനർജി ലോസ് ഉണ്ടായി എന്നൊരു ചോദ്യമാകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫൈനൽ ആയിട്ടുള്ള വാട്ട് ഈസ് ദ ചാർജ് ഓൺ ദിസ് വൺ. അപ്പൊ നമുക്ക് കോമൺ പൊട്ടൻഷ്യൽ ഇവിടെ VC ആണ് കണ്ടതെങ്കിൽ സോ അവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ C1 into ദാറ്റ് ഫൈനൽ കോമൺ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ അവിടുത്തെ ചാർജ് കണ്ടുപിടിക്കാം. C2ലുള്ള ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം. C2 into VC നമുക്ക് കണ്ടുപിടിക്കാം. ഇനി രണ്ടിലുള്ള ഇൻഡിവിഡ്വൽ എനർജി എന്താണ്, ബിഫോർ എന്താണ്, ആഫ്റ്റർ എന്താണ്, ചേഞ്ച് ഇൻ എനർജി എന്താണ്, അങ്ങനെ എനർജി ലോസ്, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനുകളാണ്, മറന്നുപോകരുത്. A brained question but simple question. Two parallel metal plates having charges plus Q and minus Q each other at a certain distance between them. അപ്പോഴേ തന്നെ നമുക്കറിയാം അതൊരു കപ്പാസിറ്റർ കൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഒന്നിൽ പ്ലസ് സിഗ്മ കൊടുത്തു എന്നാണ് പറയാം, മറ്റതിൽ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഒന്നിൽ പ്ലസ് ചാർജും മൈനസ് ചാർജും കൊടുത്തു. If the plates are now dipped in kerosene oil tank, the electric field between the plates will. ഇതൊരു കപ്പാസിറ്റർ കൺസെപ്റ്റ് ആണെങ്കിലും നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. Yes, we solved it as that electric field between the plates of the capacitor is given as a sigma division by epsilon 0. If it is in A, then what is the case if it is in medium? That epsilon 0 that is replaced with the epsilon, and we can say that is equal to epsilon 0 epsilon r. That is വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ എയർ ഡിവിഷൻ ബൈ എപ്സിലോൺ ആർ. സാധാരണ കെറോസിൻ ഓയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. So no doubt at all,
അവിടെ എന്ത് സംഭവിക്കും? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. യെസ്, ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിക്രീസസ് ആയിരിക്കും. സോ ദാറ്റ് ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. സോ ഡിയർ വൺ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. നമുക്ക് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെ മനോഹരമായിട്ട് നമ്മുടെ ആ ചാപ്റ്ററിലെ എല്ലാ ആസ്പെക്ട്സുകളും നമുക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടി. റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദ കമ്മിങ് 2021 എക്സാമിനേഷൻ, നോ ഡൗട്ട് അറൗണ്ട്. അപ്പോൾ SS ഫിസിക്സ് ക്ലാസിന്റെ ഈ ഒരു പാൻഡമിക്കിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. ഈ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ ടോപ്പിക്കുകളും 13 ദിവസം കൊണ്ട് നിങ്ങളുടെ കൈകളിലെത്തി. നിങ്ങളെ അത് റിയലി യൂസ്ഫുൾ ആണ്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, എൻ്റെ പേര് സാംസൺ SS. കഴിഞ്ഞ 20 വർഷമായിട്ട് +1, +2 വിദ്യാർത്ഥികളോടൊപ്പവും റിപ്പീറ്റേഴ്സ് കുഞ്ഞുങ്ങളുടെയും ട്രെയിൻ ചെയ്ത എക്സ്പീരിയൻസ്. പ്രൗഡ് ടു സേ, കേരള എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് റാങ്ക് കാൻഡിഡേറ്റ്സിനെ 2 വർഷങ്ങളിൽ കിട്ടിയ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള അവസരം, കേരള മെഡിക്കലിലെ ഫസ്റ്റ് റാങ്കിനെയും 2ാം റാങ്കുകാരനെയും, നീറ്റിൽ 10th റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിച്ച പരിചയമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാൻ. സോ SS ഫിസിക്സ് ക്ലാസ്സസിൽ ക്ലാസ് 11, ക്ലാസ് 12 സ്റ്റുഡൻസിന് വേണ്ടി ബോർഡ് പരീക്ഷയ്ക്കും അതോടൊപ്പം എൻട്രൻസിനും വേണ്ട പ്രിപ്പറേഷൻസ് കൊടുക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ബാച്ച് ആരംഭിക്കുന്നു. ക്ലാസ് 11, ക്ലാസ് 12ന്റെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. നിങ്ങളുടെ അടുത്ത ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഓർക്കുക, കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. വളരെ പ്രധാനമായിട്ടും ഐ തിങ്ക് മിനിമം 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അവിടെ ലോട്ട് ഹാവ് ദ ചാൻസ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു.